താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. മാവേലിക്കര വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് ഉപരോധിച്ചത്. അനുഭവിക്കുന്ന മുഴുവൻ ജനത്തിനെയും അറസ്റ്റ് ചെയ്യുകയോ ഇനി വെടിവെപ്പുണ്ടായാലും ശരി വെള്ളത്തിന് വേണ്ടിയിട്ടാ. ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടാം. ഞങ്ങൾക്ക് അവകാശപ്പെട്ട വെള്ളം കിട്ടണം. അത്രയേ ഉള്ളൂ. കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിനകത്ത് പോലീസ് വേണമെന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ട് വെടിവെച്ചു. കലാപമായിട്ട് മാറിയത് ഒരു സംശയം വേണ്ട. നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ ഒരു പരിധി കൂടുതൽ ഇതൊന്നാകരുത്. അവിടെ ഈക്വലായിട്ട് വെള്ളം തുറന്നു വിടാനുള്ള കൃത്യമായിട്ടുള്ള നടപടി ഇവിടെ ഇന്നുണ്ടാകണം. പിന്നെ ഞങ്ങൾ വരുന്ന വലിയ സമരത്തിലൊക്കെ പോകത്തുള്ളൂ. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാവേലിക്കര വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തും കുടിവെള്ള കണക്ഷൻ വഴിയുള്ള വെള്ളം എത്തുന്നില്ല. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി എത്തുന്നുണ്ടെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഈ പഞ്ചായത്ത് താമരക്കുളം പഞ്ചായത്തിൽ നിന്ന് റിലേഷൻ മക്കളുമാരെ കല്യാണം കഴിച്ചവര് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് പലരും പല പാതാട്ടുണ്ട്. ഇവരൊക്കെ വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ എന്റെ വീട്ടിൽ വെള്ളമില്ല, നിങ്ങൾ അവിടെ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചുനക്കര പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി, ഞാൻ ആളുടെ പേര് പറയാം, സുരേഷ് എന്ന് പറഞ്ഞു, ആ കോളനിയുടെ കിഴക്കേ വീട്ടില് ഒരു ദിവസം പോലും അവർക്ക് അതിന് ക്ഷാമം വരുന്നതാണ് ചുനക്കര പഞ്ചായത്തിൽ നിന്ന്. ഇതേപോലെ ആളുകൾ വിളിച്ചു ചോദിക്കുക. അപ്പം അവർ ചോദിക്കുന്നത് നിങ്ങൾ പഞ്ചായത്ത് അധികാരത്തിൽ വന്നുകൊണ്ടാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം മറ്റുള്ള വാർഡുകളിലെ എല്ലാ മെമ്പർമാരുടെ വാർഡിലെ പൊതുജനങ്ങൾ വിളിച്ചു ചോദിക്കുന്നത്, എന്റെ വാർഡിൽ ടാങ്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇത് ഓപ്പറേറ്റ് ചെയ്ത് എന്റെ വാർഡിലേക്ക് മാത്രം എടുക്കുകയാണോ, മറ്റു വാർഡിലേക്ക് വെള്ളം കൊടുക്കുന്നില്ല. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ദിവസവും 2 വാഹനങ്ങളിലായി 10 ലോഡ് വെള്ളം നൽകുന്നുണ്ട്. ഒരു വാഹനത്തിൽ കൂടി വെള്ളം എത്തിച്ചു നൽകാനുള്ള ശ്രമം ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നിരവധി കുടിവെള്ള പദ്ധതികൾ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലുണ്ട്. എന്നാൽ പച്ചക്കാട് ടാങ്കിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയിൽ നിന്നുള്ള വെള്ളം കൃത്യമായി എത്താത്തതാണ് കുടിവെള്ളക്ഷാമം ഇത്രയും രൂക്ഷമാകാൻ കാരണം. ഇത് പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എഇ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധത്തിലേക്ക് പ്രതിഷേധക്കാർ കടന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാമെന്നുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. മാവേലിക്കര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ഷീജാദേവി, വൈസ് പ്രസിഡന്റ് റിനി തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീകുമാർ അളകനന്ദ, റീന അനിൽ മണിമന്ദിരം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക, അഷ്റഫ് നെടുമ്പുറത്തുവിള എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.